ഫോർട്ട് കൊച്ചി സന്ദർശിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ബീച്ചും ചൈനീസ് ഫിഷിംഗ് നെറ്റും മാത്രം കണ്ട് തിരിച്ചു പോകുന്നു. ഇവ മാത്രമാണോ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകൾ? ഫോർട്ട് കൊച്ചിയിൽ ഒരു ദിവസം കൊണ്ട് കാണാവുന്നതും ചെയ്യാവുന്നതുമായ 15ഓളം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൊച്ചി നഗരത്തിൽ നിന്നും റോഡ് മാർഗമാണെങ്കിൽ 12 കിലോമീറ്ററും ഹൈക്കോർട്ട് വാട്ടർ മെട്രോ ടെർമിനലിൽ നിന്നോ എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നോ ആണെങ്കിൽ ബോട്ടിൽ 20 മിനിറ്റ് നേരവും സഞ്ചരിച്ചാൽ ഫോർട്ട് കൊച്ചിയിലെത്താം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ നേവിയുടെ മാരിടൈം മ്യൂസിയമാണ്. നിങ്ങൾ കാറിലാണ് വരുന്നതെങ്കിൽ ഫോർട്ട് കൊച്ചി എത്തുന്നതിന് ഏകദേശം 1 കിലോമീറ്റർ മുൻപായാണ് ഈ മ്യൂസിയം ഉള്ളത്. ഇനി ബോട്ടിലോ ബസ്സിലോ ഒക്കെയാണ് വരുന്നതെങ്കിൽ ഫോർട്ട് കൊച്ചി ഇറങ്ങി ഓട്ടോ പിടിച്ചോ നടന്നോ ഇങ്ങോട്ട് വരാവുന്നതാണ്. ഇതാണ് ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയം. പഴയകാലത്ത് ഇന്ത്യൻ നേവി ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്ററാണിത്. അതുപോലെ പണ്ട് സൈന്യം ഉപയോഗിച്ചിരുന്ന യുദ്ധോപകരണങ്ങളാണ് ഈ കാണുന്നതെല്ലാം. സബ്മറൈൻ വെപ്പൺ, റോക്കറ്റ് ലോഞ്ചർ തുടങ്ങി വ്യത്യസ്ത തരം ആയുധങ്ങൾ ഇവിടെ കാണാം. മ്യൂസിയത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ നേവി യൂണിഫോമുകളാണ്. ഇത് പഴയകാലത്തെ തോക്കുകളാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടെ നമുക്ക് സന്ദർശിക്കാനാവുക. മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിനു ശേഷം നേരെ പോകുന്നത് വാസ്കോ ഡ ഗാമ സ്ക്വയറിലേക്കാണ്. ഇതാണ് ഫോർട്ട് കൊച്ചിയിലെ നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ, വാസ്കോ ഡ ഗാമ സ്ക്വയർ. ബോട്ടിലോ ബസ്സിലോ ആണ് വരുന്നതെങ്കിൽ വാസ്കോ ഡ ഗാമ സ്ക്വയറിന് അടുത്ത് തന്നെയാണ് നിങ്ങൾ എത്തിച്ചേരുക. ഇനി നിങ്ങൾ റോഡ് വഴിയാണ് വരുന്നതെങ്കിൽ വാഹനം വാസ്കോ ഡ ഗാമ സ്ക്വയറിന് അടുത്ത് തന്നെ പാർക്ക് ചെയ്യാം. കടൽ തീരത്തോട് ചേർന്നുള്ള ഈ സ്ഥലം ഫാമിലിക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരിടമാണ്. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഉടമസ്ഥയിലാണ് ഈ സ്ഥലമുള്ളത്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡ ഗാമയുടെ പേരാണ് ഈ സ്ഥലത്തിന് നൽകിയിരിക്കുന്നത്. ഈ സ്ക്വയറിനോട് ചേർന്ന് തന്നെയാണ് നെഹ്റു പാർക്കുമുള്ളത്. കുട്ടികൾക്ക് വിനോദത്തിനായുള്ള ഒരു പാർക്കായിട്ടാണ് ഇവിടം ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളുമൊത്തായാണ് നിങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നതെങ്കിൽ ഈ പാർക്ക് സന്ദർശിക്കാവുന്നതാണ്. ഇനി ഇവിടെ നിന്നും ബീച്ച് വാക്ക് വേയിലേക്ക് നടക്കാം. ഇതിലൂടെ കയറി നടക്കുമ്പോൾ തന്നെ ചൈനീസ് ഫിഷിംഗ് നെറ്റ് കാണാം. പണ്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായി ചൈനയിൽ നിന്നുമാണ് ഈ വലകൾ വന്നതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ചിലർ ഇത് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണെന്നും പറയുന്നു. കരയിൽ നിന്നും കടലിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിലേക്കാണ് ചീനവലയിടുന്നത്. വലിയ മരക്കഷ്ണങ്ങളും തൂങ്ങിക്കിടക്കുന്ന വലയുമാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ. ഈ കാണുന്ന മീന് ഹെലികോപ്റ്ററിന്റെ ഷേപ്പ് ഉള്ളതുകൊണ്ട് ഇവിടുത്തുകാർ ഇതിനെ ഹെലികോപ്റ്റർ ഫിഷ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ കഴിക്കാൻ ഉപയോഗിക്കാറില്ല. ആ വരുന്ന ജങ്കാറും ഫോർട്ട് കൊച്ചിയിൽ വന്നാൽ കാണാവുന്ന ഒരു കാഴ്ചയാണ്. വൈപ്പിൻ ഭാഗങ്ങളിലേക്കൊക്കെ ആളുകൾ വാഹനങ്ങളുമായി അല്ലാതെയുമൊക്കെ പോകുന്നത് ഈ ജങ്കാറിലാണ്. ഫോർട്ട് കൊച്ചി കാണാൻ വരുന്ന ആളുകളും ഈ ജങ്കാർ ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മളിപ്പോൾ നടക്കുന്ന ഈ ബീച്ച് വാക്ക് വേയും ഫോർട്ട് കൊച്ചിയിലെ ഒരു ആകർഷണമാണ്. കടൽ കണ്ട് ഇതിലൂടെ നടക്കുന്നത് രസകരമാണ്. മാത്രമല്ല ഇതൊരു കപ്പൽ ചാനൽ കൂടിയാണ്. ഇതിലൂടെയാണ് കൊച്ചിൻ പോർട്ടിലേക്ക് വരുന്ന എല്ലാ കപ്പലുകളും പോകുന്നത്. അങ്ങനെ വാക്ക് വേയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ അടുത്ത സ്പോട്ടായ ഫോർട്ട് ഇമ്മാനുവലിനടുത്തെത്താം. കൊച്ചിയിലെ പോർച്ചുഗീസുകാരുടെ ഒരു കോട്ടയായിരുന്നു ഫോർട്ട് ഇമ്മാനുവൽ. 1503 നിർമ്മിച്ച ഈ കോട്ട 1806 ഡച്ചുകാരും പിന്നീട് ബ്രിട്ടീഷുകാരും നശിപ്പിക്കുകയായിരുന്നു. ഒരു കാലത്ത് ഗംഭീരമായിരുന്ന ആ കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് ഇന്നിവിടെ കാണാനാവുക. അങ്ങനെ ബീച്ചിന്റെ സൈഡിലുള്ള വാക്ക് വേയിലൂടെ നടന്ന് അങ്ങ് എൻഡിലെത്തുമ്പോൾ ഈ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി വ്യൂ പോയിന്റ്. നല്ല ഫോട്ടോയൊക്കെ എടുത്ത് അല്പനേരം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. നിറയെ ആളുകളും കച്ചവടക്കാരുമൊക്കെയായി ഫോർട്ട് കൊച്ചിയിലെ തിരക്കുള്ള ഒരു ഏരിയ കൂടിയാണിത്. ഇവിടെ ഇങ്ങനെ നടക്കുന്ന വഴിയിൽ ഒരു ആൽമരമുണ്ട്. അതിൽ നിറയെ പ്രാവുകളാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഡച്ച് സിമിട്രിയും ഉള്ളത്.
ഇന്ത്യയിലെ നിലവിലുള്ള ഏറ്റവും പഴയ യൂറോപ്യൻ സെമിത്തേരിയാണ് 1724 നിർമ്മിക്കപ്പെട്ട കൊച്ചിയിലെ ഡച്ച് സെമിത്തേരി. 300 വർഷം പഴക്കമുള്ള ഈ ഡച്ച് സെമിത്തേരി ഡച്ച് അധിനിവേശത്തിന്റെ ഒരു പ്രതീകമാണ്. സെമിത്തേരിയിൽ 100-ലധികം ശവകുടീരങ്ങളുണ്ട്. അവയിൽ ഭൂരിഭാഗവും 18-19 നൂറ്റാണ്ടുകളിൽ പ്രചാരത്തിലിരുന്ന ഡച്ച് വാസ്തുവിദ്യയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇത്രയും സ്ഥലങ്ങളൊക്കെ കണ്ടതിനു ശേഷം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് അല്പദൂരം റോഡിലൂടെ നടന്നാൽ പാരഗൺ ഗ്രൂപ്പിന്റെ ഫോർട്ട് പാരഗൺ റെസ്റ്റോറൻറ്റിലേക്ക് എത്താം. നല്ല ഭംഗിയുള്ളൊരു റെസ്റ്റോറൻ്റാണിത്. പാരഗണെക്കുറിച്ച് കൂടുതലായൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ, എങ്കിലും ഇവിടുത്തെ ചില സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒന്ന് പരിചയപ്പെടുത്താം. ക്രാബ്, സ്ക്വിഡ്, ഫിഷ്, പ്രോൺസ് തുടങ്ങിയവയെല്ലാം അടങ്ങിയ ഇവരുടെ ഫോർട്ട് സീ ഫുഡ് റൈസാണിത്. അതുപോലെ തവ ഫിഷ്, പച്ചക്കുരുമുളക് ഫിഷ്, കാന്താരി സ്ക്വിഡ്, ഫിഷ് കറി തുടങ്ങിയവയെല്ലാം അടങ്ങിയ സീ ഫുഡ് മീൽസും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ പുറമെ പാരഗണിലെ ബിരിയാണി പണ്ടുകാലം മുതൽക്കേ ഫേമസ് ആണ്. ഈ റെസ്റ്റോറൻറ്റ് രാത്രി 11 മണി വരെയുണ്ട്. അതിനാൽ തന്നെ രാത്രി എറണാകുളത്തു നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു ഡ്രൈവിന് ഇറങ്ങുന്നവർക്കും ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് വരാവുന്നതാണ്. ഫോർട്ട് പാരഗൺ കൂടാതെ വേറെയും ഓപ്പൺ എയർ റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം തൊട്ടടുത്ത് തന്നെയുള്ള 500 വർഷത്തിലധികം പഴക്കമുള്ള സെന്റ് ഫ്രാൻസിസ് ചർച്ച് കാണാൻ പോകാം. 1503 സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളി. ഇന്ത്യയിലെ കോളനി ഭരണകാലത്തെ വിവിധ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണിത്. വാസ്കോഡ ഗാമയുടെ ശവശരീരം ആദ്യം മറവ് ചെയ്തിരുന്ന സ്ഥലം എന്ന നിലയിലും ഈ പള്ളിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായാണ് പള്ളി നിൽക്കുന്നത്. വാതിലുകളും ജനലുകളും കമാന ആകൃതിയിലുള്ളവയാണ്. പോർച്ചുഗീസ് പരിവേഷകനും നാവികനുമായിരുന്ന വാസ്കോഡ ഗാമ 1524 തന്റെ 3ാമത് കേരള സന്ദർശനത്തിനിടെ കൊച്ചിയിൽ വെച്ച് മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ശരീരം ആദ്യം ഈ പള്ളിയിലായിരുന്നു അടക്കപ്പെട്ടത്. 14 വർഷത്തിനു ശേഷം അദ്ദേഹത്തിന്റെ 5ാമത്തെ പുത്രൻ പെട്രോഡ സിൽവ ഗാമ കൊച്ചിയിലെത്തി അദ്ദേഹത്തിന്റെ ശരീരാവശിഷ്ടങ്ങൾ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ഇതാണ് വാസ്കോഡ ഗാമയുടെ ശവശരീരം ആദ്യം അടക്കിയ സ്ഥലം. ഈ നീളത്തിൽ കാണുന്ന തുണി പോലെ തൂക്കിയിട്ടിരിക്കുന്നത് പഴയ കാലത്തെ ഒരു മാനുവൽ ഫാനാണ്. പണ്ട് ഇത് ചലിപ്പിച്ചാണ് പള്ളിയിൽ വന്നിരുന്ന ആളുകളൊക്കെ കാറ്റ് കൊണ്ടിരുന്നത്. അങ്ങനെ പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. ഇനി ഇവിടെ നിന്നും ബിഗ് ബി സിനിമയിലൂടെയൊക്കെ പ്രശസ്തമായ വാസ്കോ ഹൗസിലേക്ക് പോകാം. പള്ളിയുടെ തൊട്ടു പുറകിലായാണ് വാസ്കോ ഹൗസ് ഉള്ളത്. ഇവിടുത്തെ പ്രധാന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും പഴയ പോർച്ചുഗീസ് കെട്ടിടങ്ങളിൽ ഒന്നായ ഇത്. 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നിർമ്മിച്ച ഈ വീട്ടിലാണ് വാസ്കോഡ ഗാമ താമസിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 2007 മമ്മൂട്ടി അഭിനയിച്ച ബിഗ് ബി എന്ന മലയാളം സിനിമയിൽ ഇടം പിടിച്ചതോടെ വാസ്കോ ഹൗസ് മലയാളികൾക്കിടയിൽ പോപ്പുലറായി. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇനി പോകുന്നത് ബാസ്റ്റിൻ ബംഗ്ലാവിലേക്കാണ്. ഇതാണ് ബാസ്റ്റിൻ ബംഗ്ലാവ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇമ്മാനുവൽ കോട്ട നിർമ്മിച്ചു. 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചടക്കിയപ്പോൾ അവർ കോട്ട നശിപ്പിക്കാൻ തുടങ്ങി. അതിന്റെ വലിപ്പം ഏകദേശം 1/3 ചുരുക്കി. അങ്ങനെ പൊളിച്ചു ചെറുതാക്കിയ കോട്ടയെ പിന്നീട് ബാസ്റ്റിൻ ബംഗ്ലാവാക്കി മാറ്റുകയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ ഔദ്യോഗിക വസതിയായി പ്രവർത്തിച്ചിരുന്ന ബംഗ്ലാവ് 1990കളിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. പിന്നീട് 4 കോടിയോളം രൂപ ചെലവിൽ കെട്ടിടം നവീകരിച്ച് ജില്ലാ പൈതൃക മ്യൂസിയം ആക്കി മാറ്റി. കൊച്ചിയുടെ കൊളോണിയൽ ചരിത്രം വിവരിക്കുന്ന നിരവധി പെയിന്റിങ്ങുകളും ഫോട്ടോകളും പല രേഖകളുമാണ് ഇവിടെ പ്രദർശനത്തിനായുള്ളത്. നമ്മുടെ അടുത്ത സ്പോട്ട് 500 വർഷത്തെ ചരിത്രം പറയുന്ന സാന്റാക്രൂസ് കത്തീഡ്രൽ ബസലിക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ പള്ളികളിൽ ഒന്നാണ് ഈ പള്ളി. കേരളത്തിലെ പൈതൃക സൗധങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ പള്ളി സന്ദർശിക്കുവാനായി ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട്. കൊച്ചി രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമായി കേരളത്തിലെ 9 ബസലിക്കകളിൽ ഒന്നായ ഈ പള്ളി പ്രവർത്തിക്കുന്നു. 1663 വരെ പോർച്ചുഗീസുകാരുടെയും അതിനുശേഷം ഡച്ചുകാരുടെയും അധീനതയിലായിരുന്ന പള്ളി 1795 ബ്രിട്ടീഷുകാർ കൊച്ചി പിടിച്ചെടുത്തപ്പോൾ തകർക്കപ്പെട്ടു. പിന്നീട് 100 വർഷങ്ങൾക്ക് ശേഷമാണ് പള്ളി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അടുത്തതായി നമ്മൾ പോകുന്നത് ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള കേരള കഥകളി സെന്ററിലേക്കാണ്. ഇതുവരെ കഥകളി കാണാത്ത മലയാളികൾക്ക് കഥകളി കാണാൻ ഒരു അവസരമാണിത്. കേരള കഥകളി സെന്റർ എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഈ ചെറിയ ഇടവഴിയിലൂടെ വേണം നമുക്ക് പോകാൻ.
ഇതാണ് കേരള കഥകളി സെന്റർ. ഇവിടെ ദിവസവും 6 മണി മുതൽ 7 മണി വരെയാണ് കഥകളി അവതരിപ്പിക്കുന്നത്. 5 മണിക്ക് തന്നെ വന്നാൽ മേക്കപ്പ് ഇടുന്നത് മുതലുള്ള കാഴ്ചകൾ കാണാം. ഒരു കഥകളി കലാകാരന് ചുട്ടി കുത്തുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. സമയമെടുത്ത് വളരെ ശ്രദ്ധയോടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതുകൂടാതെ ഇവിടെ യോഗ പരിശീലനമൊക്കെയുണ്ട്. നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് അതൊക്കെ അന്വേഷിക്കാവുന്നതാണ്. ഫോർട്ട് കൊച്ചിയിലെ മറ്റൊരു പ്രത്യേകതയാണ് കഫേകൾ. ഇവിടുത്തെ കഫേകളിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയാണ് കാശി ആർട്ട് കഫേ. നല്ല മനോഹരമായൊരു കഫേയാണിത്. കഫേക്കുള്ളിൽ ചില കലാരൂപങ്ങളൊക്കെ കാണാം. അതുപോലെ പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത ഇരിപ്പിടങ്ങളും കല്ലും മരവും പാകിയ നടവഴികളും ഇവിടെ കാണാം. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു കഫേയാണ് ഫ്രഞ്ച് ടോസ്റ്റ്. ഇതും ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. ചുറ്റുപാടും ചെടികളൊക്കെ വച്ചുപിടിപ്പിച്ച് മനോഹരമാണ് ഈ കഫേ. ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല നല്ല ഫോട്ടോസ് എടുക്കാനും പറ്റിയൊരു സ്ഥലമാണ് ഫ്രഞ്ച് ടോസ്റ്റ്. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം നടന്നു കാണാൻ സാധിക്കുന്നവയാണ്. അപ്പോൾ ഒന്നും നോക്കേണ്ട, നേരെ വിട്ടോ ഫോർട്ട് കൊച്ചിക്ക്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.